LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നാം തുടരുന്നു. LFTയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ബിലിറൂബിൻ എസ്റ്റിമേഷൻ ആണ് നാം ഡിസ്കസ് ചെയ്തത്. ഇന്ന് പ്ലാസ്മ പ്രോട്ടീൻ എസ്റ്റിമേഷൻ. പ്ലാസ്മ പ്രോട്ടീൻ എസ്റ്റിമേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ടോട്ടൽ പ്രോട്ടീൻ എസ്റ്റിമേഷൻ, ആൽബുമിൻ എസ്റ്റിമേഷൻ, ഗ്ലോബുലിൻ എസ്റ്റിമേഷൻ, ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ. ഇത്രയും ടെസ്റ്റുകളാണ് പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നാം ചെയ്യുന്നത്. എന്താണ് പ്ലാസ്മ പ്രോട്ടീനുകൾ? ബ്ലഡിന്റെ ഫ്ലൂയിഡ് പോർഷനായ പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീനുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് പ്ലാസ്മ പ്രോട്ടീൻസ്. പ്ലാസ്മ പ്രോട്ടീനുകളിൽ അടങ്ങിയിരിക്കുന്നത് ആൽബുമിൻ, ഗ്ലോബുലിൻസ്, ഫൈബ്രിനോജൻ എന്നിവയാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ആൽബുമിൻ ആണ്, പിന്നീട് ഗ്ലോബുലിൻ, ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്നത് ഫൈബ്രിനോജൻ ആണ്. പ്ലാസ്മ ആണെങ്കിൽ മാത്രമേ ഫൈബ്രിനോജൻ കാണപ്പെടുന്നുള്ളൂ. സിറമാണ് നാം എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ സിറത്തിൽ ഫൈബ്രിനോജൻ ഉണ്ടാകുന്നില്ല. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യുമ്പോൾ കൊയാഗുലേഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രധാന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഗ്ലോബുലിൻസ് എന്ന് പറയാൻ കാരണം 3 തരത്തിലുള്ള ഗ്ലോബുലിനുകളാണ് കാണപ്പെടുക: ആൽഫ ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻ, ഗാമ ഗ്ലോബുലിൻ. ഈ പ്രോട്ടീനുകളിൽ ലിവറിൽ നിർമ്മാണം നടത്തപ്പെടുന്നത് ആൽബുമിൻ, ആൽഫ ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. ഗാമ ഗ്ലോബുലിൻ നമുക്ക് അറിയാവുന്നതുപോലെ ആന്റിബോഡികളാണ്. ഈ ആന്റിബോഡികളെ പ്ലാസ്മ സെല്ലുകളാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ ലിവറിനെ സംബന്ധിച്ച് ലിവറിലുണ്ടാകുന്ന രോഗങ്ങൾ കാരണം ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ഈ 3 പ്ലാസ്മ പ്രോട്ടീനിലും വേരിയേഷൻസ് സംഭവിക്കാം. പ്രധാനമായിട്ട് ആൽബുമിന്റെ അളവിലാണ് കുറവ് സംഭവിക്കുക. ഗ്ലോബുലിന്റെ അളവില് കാര്യമായ കുറവ് സംഭവിക്കാറില്ല. പിന്നെ ഗാമ ഗ്ലോബുലിനെ ലിവർ ഡിസീസ് യാതൊരു രീതിയിലും അഫക്ട് ചെയ്യാത്തത് കൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ കൃത്യമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഫൈബ്രിനോജന്റെ അളവും ലിവർ ഡിസീസുകളിൽ കുറഞ്ഞു കാണാറുണ്ട്. സാധാരണ എസ്റ്റിമേഷന് വേണ്ടി നാം സിറമാണ് ഉപയോഗിക്കുക. സിറം ഉപയോഗിക്കുന്നത് കൊണ്ട് ആൽബുമിനും ഗ്ലോബുലിനും മാത്രമാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം, പ്ലാസ്മ പ്രോട്ടീൻ എസ്റ്റിമേഷന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. അതിൽ ടോട്ടൽ പ്രോട്ടീൻ എന്നതുകൊണ്ട് സിറത്തിലുള്ള ടോട്ടൽ പ്രോട്ടീൻ ആണ് നാം വിവക്ഷിക്കുന്നത്. സിറത്തിലുള്ള ടോട്ടൽ പ്രോട്ടീനിൽ ഉൾപ്പെടുന്നത് ആൽബുമിനും ഗ്ലോബുലിനുമാണ്. ഫൈബ്രിനോജൻ സിറത്തിൽ കാണപ്പെടുന്നില്ല എന്ന് മുൻപ് പറഞ്ഞിരുന്നുവല്ലോ. നോർമൽ അളവ് എന്ന് പറയുന്നത് 6 to 8 gram per deciliter ആണ്. പ്രോട്ടീന്റെ അളവ് ശ്രദ്ധിക്കുക. ഇതുവരെ നാം നടത്തിയ എസ്റ്റിമേഷൻസിലെല്ലാം മില്ലിഗ്രാമിലായിരുന്നു മറ്റു പാരാമീറ്റേഴ്സിന്റെ അളവ് പറഞ്ഞിരുന്നത്. പ്രോട്ടീന്റെ അളവ് ഗ്രാമിലാണ് പറയുക. അപ്പൊ ആ ഡിഫറൻസ് നോട്ട് ചെയ്യുക. 6 to 8 gram per deciliter അഥവാ 100 ml. Total protein in serum include albumin and globulin. Total protein is increased in multiple myeloma, chronic liver diseases, autoimmune diseases. നാം എസ്റ്റിമേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ടോട്ടൽ പ്രോട്ടീന്റെ അളവ് വർദ്ധിക്കുന്ന സാധാരണ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒട്ടനവധി സാഹചര്യങ്ങളിൽ പ്രോട്ടീന്റെ അളവ് വർദ്ധിക്കാം. എങ്കിലും പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ് മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ നമുക്കറിയുന്നത് പോലെ ഒരുതരം മാലിഗ്രൻസി ആണ്. ആ മാലിഗ്രൻസിയിൽ ബെൻസ് ജോൺസ് പ്രോട്ടീൻ, അതായത് ആന്റിബോഡി മോളിക്യൂളിന്റെ ലൈറ്റ് ചെയിനുകൾ നിയന്ത്രണാതീതമായിട്ട് നിർമ്മിക്കപ്പെടുന്നു. ആ അവസ്ഥയിൽ ടോട്ടൽ പ്രോട്ടീന്റെ അളവ് വർദ്ധിക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ ക്രോണിക് ലിവർ ഡിസീസുകളാണ്. ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ലിവറിന് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള രോഗം ബാധിച്ചു കഴിയുമ്പോൾ നാം അതിനെ ക്രോണിക് ലിവർ ഡിസീസുകൾ എന്നാണ് വിളിക്കുക. ഇപ്പൊ സിറോസിസ് ഒരു ക്രോണിക് ലിവർ ഡിസീസ് ആണ്. പലപ്പോഴും സിറോസിന് കാരണമാകുന്നത് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസ് ആണ്. ആ ഇൻഫെക്ഷൻസ് ദീർഘകാലം നിലനിന്ന് കഴിഞ്ഞാൽ അത് സിറോസിസ് പോലുള്ള രോഗങ്ങളായിട്ട് മാറാം. ആൽക്കഹോളിസം മറ്റൊരു കാരണമാണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ടോട്ടൽ പ്രോട്ടീന്റെ അളവ് വർദ്ധിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. പിന്നീടുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ ബോഡിയിൽ കാണുന്ന ചില കമ്പോണൻസ് എതിരെ ഉണ്ടാകും ആന്റിബോഡികൾ നിർമ്മിക്കുന്ന പ്രതിഭാസത്തിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആന്റിബോഡികൾ എന്ന് പറയുന്നത് ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെ, ഒരു ആന്റിജനെതിരെയാണ് ആന്റിബോഡികൾ സാധാരണ രീതിയിൽ
നിർമ്മിക്കപ്പെടുക. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ ചില കമ്പോണൻസിനെതിരെ ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള രോഗങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോട്ടീൻ ഈസ് ഡിക്രീസ്ഡ് ഇൻ, ടോട്ടൽ പ്രോട്ടീന്റെ അളവ് കുറയുന്ന കണ്ടീഷൻസ് നെഫ്രോട്ടിക് സിൻഡ്രോം, കിഡ്നി ഡിസീസ് ആണ്. കിഡ്നി പ്രോട്ടീനുകൾ ധാരാളമായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, കിഡ്നി ഡിസോർഡർ ആണ് നെഫ്രോട്ടിക് സിൻഡ്രോം. സിവിയർ ഡയബറ്റീസ് മെലിറ്റസ്, സിവിയർ ഡയബറ്റീസ് മെലിറ്റസിൽ പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് അതിന്റെ അളവ് കുറയുന്നു. ദെൻ മാൽന്യൂട്രീഷൻ, മാൽന്യൂട്രീഷൻ നമുക്കറിയാം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ലഭിക്കാത്തത് കൊണ്ട് പ്രോട്ടീന്റെ സിന്തസിസ് ഡൗൺ ആയി പോകുന്നു. അതുപോലെ ബേൺസ്, സിവിയർ ആയിട്ടുള്ള ബേണുകളിൽ ധാരാളം ആൽബുമിൻ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ബേൺ ഊണ്ടിൽ കൂടി. അപ്രകാരം ടോട്ടൽ പ്രോട്ടീന്റെ അളവ് കുറയുന്നതായിട്ട് കാണപ്പെടുന്നു. ആൽബുമിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. നോർമൽ ആൽബുമിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3.5 to 4.9 gram per deciliter ആണ്. ആൽബുമിൻ is decreased in liver disease, ക്രോണിക് ആയിട്ടുള്ള മിക്ക ലിവർ ഡിസീസുകളിലും ആൽബുമിന്റെ അളവ് കുറയുന്നു. ദെൻ അതുപോലെ കിഡ്നി രോഗങ്ങളിൽ ആൽബുമിന്റെ അളവ് കുറയുന്നു. സിവിയർ ബേൺസിലും ആൽബുമിന്റെ അളവ് കുറയുന്നതായിട്ട് കാണപ്പെടുന്നു. കിഡ്നി ഡിസീസിൽ നമുക്കറിയാം, കിഡ്നി ഫിൽട്ടർ ചെയ്ത് ആൽബുമിനെ പുറന്തള്ളും. അങ്ങനെ പുറന്തള്ളുമ്പോൾ ബ്ലഡിലുള്ള ആൽബുമിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. ലിവർ ഡിസീസിൽ സംഭവിക്കുന്നത് ആൽബുമിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. ബേൺസിൽ സംഭവിക്കുന്നത് ആൽബുമിൻ എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു, ബേൺ വൂണ്ടിൽ കൂടി പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. ഇൻക്രീസ്ഡ് ഇൻ ഹീമോ കോൺസെൻട്രേഷൻ, ഹീമോ കോൺസെൻട്രേഷനിൽ ആൽബുമിന്റെ അളവ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഗ്ലോബുലിൻ, നോർമൽ ഗ്ലോബുലിൻ കോൺസെൻട്രേഷൻ 2 to 3.5 gram per deciliter, അതാണ് നോർമൽ കോൺസെൻട്രേഷൻ. ഗ്ലോബുലിൻ വർദ്ധിക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇൻഫെക്ഷൻസ്, ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ട് ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ആന്റിബോഡികൾ ഗ്ലോബുലിലെ ഗാമ ഗ്ലോബുലിൻ വിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഫെക്ഷനിൽ ഗ്ലോബുലിന്റെ അളവ് വർദ്ധിക്കുന്നു. ക്രോണിക് ലിവർ ഡിസീസ്, ക്രോണിക് ആയിട്ടുള്ള ലിവർ ഡിസീസുകളിൽ ഗ്ലോബുലിന്റെ അളവ് വർദ്ധിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അതുപോലെ മൾട്ടിപ്പിൾ മൈലോമ, ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ മൈലോമയിൽ ആന്റിബോഡി മോളിക്യൂളിന്റെ ലൈറ്റ് ചെയിൻസ് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ അവസ്ഥയിലും ഗ്ലോബുലിന്റെ അളവ് വർദ്ധിക്കുന്നതാണ്. ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ, ആൽബുമിന്റെ അളവിനെ ഗ്ലോബുലിന്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ. അതിന് നോർമൽ 1.5 to 2.5:1. ആൽബുമിന്റെ അളവ് 1.5 മുതൽ 2.5 വരെ, ഗ്ലോബുലിന്റെ അളവ് 1. അത് റേഷ്യോ ആണ്. ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് ഇൻ ക്രോണിക് ലിവർ ഡിസീസസ്, നെഫ്രോസിസ് എക്സെറ്ററ. ഈ റേഷ്യോക്ക് റിവേഴ്സൽ സംഭവിക്കുക. ഇവിടെ ആൽബുമിൻ ആണ് കൂടുതൽ, ഗ്ലോബുലിൻ കുറവാണ്. നേരെ തിരിച്ച് ആൽബുമിൻ കുറഞ്ഞിട്ട് ഗ്ലോബുലിൻ കൂടുന്ന അവസ്ഥ. ഇപ്പൊ 1:1.5 1:2 എന്നൊക്കെ ഉള്ള ഒരു റിവേഴ്സ്ഡ് റേഷ്യോ, അത് സംഭവിക്കുന്നത് ലിവർ ഡിസീസുകളിലും നെഫ്രോസിസിലുമാണ്. കാരണം ആൽബുമിന്റെ അളവ് കുറഞ്ഞു പോകുന്നു, ഗ്ലോബുലിന്റെ അളവ് ഒന്നുകിൽ കൂടുന്നു അല്ലെങ്കിൽ നോർമലി മാറ്റമില്ലാണ്ട് നിൽക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ റേഷ്യോ റിവേഴ്സ് ചെയ്യപ്പെടുന്നു. ഇപ്പൊ ഈ 1.5 to 2.5:1 എന്ന റേഷ്യോ വരുന്നത് ആൽബുമിന്റെ അളവ് നോർമൽ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. നോർമലി ആൽബുമിന്റെ അളവ് ബ്ലഡിൽ കൂടുതലും ഗ്ലോബുലിന്റെ അളവ് കുറവാണ് നോർമലി തന്നെ. ഇൻ കേസ് ആൽബുമിന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ റേഷ്യോ നേരെ തിരിച്ച് റിവേഴ്സൽ ഓഫ് ദ റേഷ്യോ സംഭവിക്കുന്നു. അത് ലിവർ ഡിസീസുകളിലും നെഫ്രോസിസിലുമാണ് കാണപ്പെടുന്നത്. പ്ലാസ്മ പ്രോട്ടീൻ എസ്റ്റിമേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്ലാസ്മ പ്രോട്ടീൻ എസ്റ്റിമേഷൻ കളറിമെട്രിക് മെത്തേഡിലാണ് സാധാരണ ചെയ്യുക. ബയൂററ്റ് മെത്തേഡ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. Cupric ions in the biuret reagent react with the peptide bonds in protein in alkaline medium to produce a purple colored complex. The color is measured colorimetrically. ഇതിൽ പെപ്റ്റൈഡ് ബോണ്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. പെപ്റ്റൈഡ് ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് അമിനോ ആസിഡുകൾ തമ്മിലുള്ള ആ ബോണ്ടുകളെയാണ് നാം പെപ്റ്റൈഡ് ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഒരു അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും തൊട്ടടുത്ത അമിനോ ആസിഡിന്റെ കാർബോക്സിൽ ഗ്രൂപ്പും കൂടി ചേർന്നുള്ള ആ CONH ബോണ്ടുകളാണ് നാം പെപ്റ്റൈഡ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അപ്പൊ പ്രോട്ടീനുകളിൽ ധാരാളം അമിനോ ആസിഡുകൾ ഉണ്ട്. ഈ അമിനോ ആസിഡുകൾ പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള പെപ്റ്റൈഡ് ബോണ്ടുകളും ബയൂറിറ്റ് റിയേജന്റും കൂടി ആൽക്കലൈൻ മീഡിയത്തിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പർപ്പിൾ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കളർ നമ്മൾ കളറിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. ആ കളറിന്റെ അളവ് എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി എന്ന് പറയുന്നത്
പ്രോട്ടീന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പൊ ഇതൊരു കളറിമെട്രിക് മെത്തേഡ് ഉപയോഗിച്ച് നാം മെഷർ ചെയ്യും. പ്രോട്ടീൻ എസ്റ്റിമേഷൻ ബയോറിറ്റ് മെത്തേഡിന്റെ റിക്വയർമെന്റ്സ് നോക്കാം. ബയോറിറ്റ് റിയേജന്റ് സ്റ്റാൻഡേർഡ് പ്രോട്ടീൻ സൊല്യൂഷൻ 6 gram/% അഥവാ 6 gram/dL. സാമ്പിൾ യൂസ്ഡ് സിറം. സാമ്പിൾ ആയിട്ട് പ്ലാസ്മ ഉപയോഗിച്ചാൽ ആ പ്ലാസ്മയിൽ ഫൈബ്രിനോജൻ കണ്ടന്റ് കൂടി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പ്രോട്ടീൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് സാധാരണ സിറം സാമ്പിൾ ആണ് നാം ഉപയോഗിക്കുക. പ്രൊസീജിയർ നോക്കാം. Label 3 test tubes as T for test, S for standard and B for blank. Add reagents as follows. 3 ടെസ്റ്റ് ട്യൂബുകൾ ലേബൽ ചെയ്യുക. ടെസ്റ്റ്, സ്റ്റാൻഡേർഡ്, ബ്ലാങ്ക്. അതിലേക്ക് റിയേജന്റുകൾ താഴെ പറയുന്ന പ്രകാരം ആഡ് ചെയ്യുക. ബയോറിറ്റ് റിയേജന്റ് 3 ട്യൂബിലേക്കും ഓരോ ml ബയോറിറ്റ് റിയേജന്റ് പിപ്പറ്റ് ചെയ്യുക. ടെസ്റ്റിലേക്ക് 20 മൈക്രോലിറ്റർ സിറം ആഡ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡിലേക്ക് 20 മൈക്രോലിറ്റർ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ബ്ലാങ്കിലേക്ക് 20 മൈക്രോലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നു. മിക്സ് ആൻഡ് ഇൻക്യുബേറ്റ് അറ്റ് 37 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 10 മിനിറ്റ്സ്. 37 ഡിഗ്രി സെന്റിഗ്രേഡിൽ 10 മിനിറ്റ് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. റീഡ് ദ അബ്സോർബൻസ് യൂസിങ് ഗ്രീൻ ഫിൽറ്റർ. ഇത് അബ്സോർബൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഗ്രീൻ ഫിൽറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ബ്ലാങ്ക് ഉപയോഗിച്ചിട്ട് 0 സെറ്റ് ചെയ്യുക. Then measure test and standard. ഇപ്പൊ ഗ്രീൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ 505നും 540 നാനോമീറ്ററിനും ഇടയിലുള്ള ഫിൽറ്റർ ആണ് നാം ഗ്രീൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. കാൽക്കുലേഷൻ. Serum total protein concentration in gram% is equal to absorbance of test divided by absorbance of standard into 6. ഈ 6 എന്നത് സ്റ്റാൻഡേർഡിന്റെ കോൺസെൻട്രേഷൻ ആണ്. 6 gram ആണ് സ്റ്റാൻഡേർഡിന്റെ കോൺസെൻട്രേഷൻ. പ്രോട്ടീന്റെ നോർമൽ വാല്യൂ 6 to 8 gram%. എസ്റ്റിമേഷൻ ഓഫ് സിറം ആൽബുമിൻ. ടോട്ടൽ പ്രോട്ടീൻ, ആൽബുമിൻ ഇത് രണ്ടുമാണ് നാം എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ആൽബുമിൻ കോൺസെൻട്രേഷനെ ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷനിൽ നിന്നും മൈനസ് ചെയ്യുമ്പോഴാണ് ഗ്ലോബുലിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ലഭിക്കുക. ആൽബുമിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബ്രോമോക്രസോൾ ഗ്രീൻ മെത്തേഡ്. ഇത് ബ്രോമോക്രസോൾ ഗ്രീൻ ഒരു ഡൈ ആണ്. ഈ ഡൈ ആൽബുമിൻ തമ്മിലുള്ള ആ ബോണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി ഒരു കളർ കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കളറാണ് നാം മെഷർ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ആൻഡ് റിക്വയർമെന്റ്സ്. ആൽബുമിൻ ബൈൻഡ്സ് വിത്ത് ബ്രോമോക്രസോൾ ഗ്രീൻ അറ്റ് pH 4.2 to form a greenish blue colored complex. The amount of green color formed is directly proportional to the amount of albumin present in the sample. BCG അഥവാ ബ്രോമോക്രസോൾ ഗ്രീൻ എന്ന് പറയുന്ന ഡൈ 4.2 എന്ന pH അസിഡിക് pH ആണ്. ഈ pHൽ ആൽബുമിനുമായി ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് ഒരു ഗ്രീനിഷ് ബ്ലൂ കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ഗ്രീനിഷ് ബ്ലൂ കളർ എന്ന് പറയുന്നത് സിറത്തിലുള്ള ആൽബുമിൻ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റിക്വയർമെന്റ്സ്: 1 ബ്രോമോക്രസോൾ ഗ്രീൻ റിയേജന്റ്, 2 സ്റ്റാൻഡേർഡ് പ്രോട്ടീൻ സൊല്യൂഷൻ. ആൽബുമിൻ സ്റ്റാൻഡേർഡ് 4 gram% സ്റ്റാൻഡേർഡ് ആണ് നാം ഉപയോഗിക്കുക. സാമ്പിൾ യൂസ്ഡ് സിറം ആണ്. ഇതിന്റെ റിക്വയർമെന്റ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ ബ്രോമോക്രസോൾ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ഡൈ ആണ്. ഈ ഡൈ അതിന്റെ സ്റ്റെബിലിറ്റി റെഫ്രിജറേറ്റ് ചെയ്യാണ് സാധാരണ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് 4 gram% സ്റ്റാൻഡേർഡ് ആണ് നാം ഉപയോഗിക്കുന്നത്. Procedure. Label 3 test tube, T for test, S for standard and B for blank. Add reagents as follows. താഴെ പറയുന്ന രീതിയിൽ reagents ആഡ് ചെയ്യുന്നു. BCG reagent, ബ്രോമോക്രസോൾ ഗ്രീൻ reagent 1 ml വീതം ടെസ്റ്റിലും സ്റ്റാൻഡേർഡിലും ബ്ലാങ്കിലും ആഡ് ചെയ്യുന്നു. ഈ റിയേജന്റ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുന്ന റിയേജന്റ്സ് ആണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലേക്ക് അതിന്റെ ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം മാത്രമേ, തോ ചെയ്തതിനു ശേഷം മാത്രമേ നാം ഉപയോഗിക്കാവൂ. സാമ്പിൾ ആയിട്ട് 10 മൈക്രോലിറ്റർ സിറം ടെസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. 10 മൈക്രോലിറ്റർ സ്റ്റാൻഡേർഡിലേക്ക് ആഡ് ചെയ്യുന്നു. 10 മൈക്രോലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ ബ്ലാങ്കിലേക്ക് ആഡ് ചെയ്യുന്നു. മിക്സ് വെൽ ആൻഡ് ഇൻക്യുബേറ്റ് അറ്റ് 37 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് സമയം 37 ഡിഗ്രി സെന്റിഗ്രേഡിൽ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നാം ഇൻക്യുബേറ്റ് ചെയ്യുന്നു. റീഡ് ദ അബ്സോർബൻസ് അറ്റ് 630 നാനോമീറ്റർ. മെഷറിംഗ്
വേവ് ലെങ്ത് എന്ന് പറയുന്നത് 630 നാനോമീറ്റർ ആണ്. 630 നാനോമീറ്ററിൽ ബ്ലാങ്ക് ഉപയോഗിച്ച് 0 സെറ്റ് ചെയ്യുന്നു. ടെസ്റ്റും സ്റ്റാൻഡേർഡും മെഷർ ചെയ്യുക. കാൽക്കുലേഷൻ. Albumin concentration in gram percentage is equal to absorbance of test divided by absorbance of standard into 4. 4 ആണ് സ്റ്റാൻഡേർഡിന്റെ കോൺസെൻട്രേഷൻ. അങ്ങനെ ആൽബുമിൻ കോൺസെൻട്രേഷൻ നമുക്ക് ലഭിക്കുന്നു. ഈ ആൽബുമിൻ കോൺസെൻട്രേഷൻ ലഭിച്ചാൽ ഗ്ലോബലിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ പ്രോട്ടീൻ ബയോറിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത ആ ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷനിൽ നിന്നും ആൽബുമിന്റെ കോൺസെൻട്രേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഗ്ലോബലിന്റെ കോൺസെൻട്രേഷൻ. AG റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. AG റേഷ്യോ ഈസ് ഈക്വൽ ടു concentration of albumin divided by concentration of globulin. Serum albumin normal value 3.5 to 4.9 gram percentage. Serum globulin normal value 2 to 3.5 gram percentage. ഇതിന്റെ നോർമൽ റിപ്പോർട്ടിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. LFTയുടെ ഭാഗമോ അല്ലെങ്കിൽ മറ്റേത് ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രോട്ടീന്റെ റിസൾട്ട് നാം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്യുക. ടോട്ടൽ പ്രോട്ടീൻ അതിന്റെ നോർമൽ വാല്യൂ 6 to 8 gram per deciliter. സിറം ആൽബുമിൻ 3.5 to 4.9 gram per deciliter. സിറം ഗ്ലോബുലിൻ 2 to 3.5 gram per deciliter. AG ratio ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ 1.5 to 2.5:1. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്ത് ലാബിൽ ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് നാം ഇതുവരെ കവർ ചെയ്തത്. ബിലിറൂബിൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിലിറൂബിൻ, അതിന്റെ എസ്റ്റിമേഷൻ, ടോട്ടൽ പ്രോട്ടീൻ, ആൽബുമിൻ, സിറം ഗ്ലോബുലിൻ, AG റേഷ്യോ, ഇത്രയും ടെസ്റ്റുകളാണ് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ലാബിൽ ചെയ്യാനുള്ളത്. ഇത് കൂടാതെ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു. അടുത്ത ക്ലാസ്സിൽ അത് സംബന്ധിച്ച് വിശദമായിട്ട് നാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.